Ba ba ba. Welcome to the world of madness. So പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേച്ചൻ, മമ്മൂട്ടി, ദിലീപ് ഇതായിരുന്നു ടോപ്പ് 3. ഇപ്പൊ ലാലേച്ചൻ, മമ്മൂട്ടി അവിടെ തന്നെ ഉണ്ട്, ദിലീപ് ഏട്ടൻ മാത്രവുമില്ല. ആൻഡ് ആ പൊസിഷനിൽ വേറൊരാൾ വന്നിട്ടുമില്ല. ആൻഡ് ഹി ഈസ് കമ്മിങ് ബാക്ക്. ആൻഡ് നൗ ദിസ് ഈസ് ഹിസ് കം ബാക്ക്. ഡെഫിനറ്റ്ലി ഇത് അങ്ങേരെ കം ബാക്ക് പടം തന്നെയാണ്. ദിസ് വേൾഡ് ഓഫ് മാഡ്നെസ് ആണ്, മാസ് അല്ല. അത് മനസ്സിൽ വെക്കണം. മാസും മാഡ്നെസ്സും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. ഈ സിനിമ കാണാൻ പോണതിന് മുമ്പ് ആദ്യം ബ്രെയിൻ എടുക്കുക, സർഫെക്സൽ, ടൈഡ്, ഏരിയൽ, ഈവൻ ഉജാല എങ്കിൽ ഉജാല, ഇതിൽ ഏതെങ്കിലും ഒന്ന് മുക്കി വെച്ചിട്ട് അയയിൽ ഉണക്കാൻ ഇട്ടിട്ട് പോവാ. 2.5 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, എടുത്ത് ഫിറ്റ് ചെയ്യുന്നു. കാരണം ഇതൊരു നോ ബ്രെയിനർ അല്ലെങ്കിൽ സീറോ ലോജിക് പടമാണ്. അതിൽ കൊണ്ടുപോയിട്ട് E=MC² നോക്കാൻ പോണേക്കാളും നല്ല വീട്ടിലിരിക്കുന്നതാണ്. സോ അവർ ആദ്യം തന്നെ പറയുന്നത് ഇതിൽ കഥയും പരിപാടിയും ഒന്നല്ല, ഇതൊരു സ്പൂഫ് പടം അല്ലെങ്കിൽ റെഫറൻസുകളുടെ ഒരു അഴിഞ്ഞാട്ടം. അങ്ങനത്തെ ഒരു പടമാണ് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ എങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദിസ് ഓർ എൽസ് സ്റ്റേ അവേ. പ്ലീസ് സ്റ്റേ അവേ. കാരണം അവർ ഓൾറെഡി വാർണിംഗ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോ വന്നിട്ട് ഇതിൽ കഥയില്ല, മറ്റേ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ബൈ ടൈം പറയുന്ന സാധനം ശരിയല്ല, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം പറയുന്ന സാധനം ശരിയായില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു. ലിറ്ററലി എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയത്. റെഫറൻസുകളുടെ ഒരു പെരുമഴയായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ്. പിന്നെ ഇങ്ങേരെ പഴയ പടങ്ങളിലെ ഈ മറ്റേ സോങ്സ് ഒക്കെ റീമിക്സ് ചെയ്തിട്ടൊക്കെ നല്ല രസമായിരുന്നു. നമ്മുടെ ദിലീപ് ഏട്ടന്റെയും അതേപോലെ ബൈജു ചേട്ടന്റെയും ദേവ്ജിയുടെയും ഒരു അഴിഞ്ഞാട്ടം, അതായിരുന്നു ഫസ്റ്റ് ഹാഫ്. എനിക്ക് സമയം പോയത് പോലും അറിഞ്ഞില്ല. ആൻഡ് ബൈജു ചേട്ട, ആൻഡിയുടെ സ്പെല്ലിംഗ് AUNTY ആണ്, ANDI അല്ല. നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേരിൽ അടുത്ത കേസ് വരും. ഇപ്പോ എന്റെ പൊന്നാണ്, എത്രയും പ്രായമില്ലേ, AUNTY ആണ് ആന്റിയുടെ സ്പെല്ലിംഗ് അറിയില്ല.